ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB റിയാക്ട്സ്. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് രജനീകാന്തിൻ്റെ ലോകേഷിൻ്റെ പടം കൂലി. അതിൻ്റെ ഒരു രജനീകാന്ത് ബർത്ത്ഡേ ആണെന്ന് ആദ്യം അത് പറയാൻ മറന്നു. ഹാപ്പി ബർത്ത്ഡേ രജനീകാന്ത്. അപ്പോൾ പുള്ളിയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഒരു പ്രൊമോ സോങ് പോലെ എന്തോ ഒരെണ്ണം റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നതിൻ്റെ പേര് നോക്കിയിട്ട് പറഞ്ഞാൽ ചികിട്ട് വൈബ്. ജസ്റ്റ് ചെറിയ മിനിറ്റ് കണ്ടുള്ളൂ. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാല്ലേ? റിയാക്ഷൻ ചെയ്യാം. Dinakina good, da. 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 Naura, sound ayete, yawa. Arade. Chikidi 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 wa. Chikidi 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 wa. പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ? ഒരു പ്രൊമോ സോങ്, പക്ഷെ ഒരു വൈബ് സോങ് അല്ലേ? നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല വൈബ് സോങ് ആയിരുന്നു. നല്ല രസമുണ്ട് അല്ലേ? പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു പ്രൊമോ പോലെ ഒന്നും അല്ല, ഒരു സോങ് എന്നുള്ള ബർത്ത്ഡേന്റെ പ്രമാണിച്ച് ഇറക്കി എന്നുള്ള തോന്നുന്നു. പിന്നെ പടം ഷൂട്ട് കഴിഞ്ഞില്ലാന്നുള്ളേ. ആ സ്റ്റേഡിയം ഇങ്ങനെ ഉണ്ട് ഈ പടം. എനിക്ക് തോന്നുന്നു തമിഴ് സിനിമ ഇതൊരു 1000 കോടി അടിച്ചുള്ളല്ലോ. അപ്പോൾ തെലുങ്ക് അടിച്ചു, കന്നഡ അടിച്ചു, ഹിന്ദി അടിച്ചു. ഹിന്ദി പിന്നെ നേരത്തെ അടിച്ചതാണ്, മുമ്പ് തെലുങ്ക് കഴിഞ്ഞിട്ട് അടിച്ചാണ്. അത്രയും പ്രോപ്പർ ഫെയിമിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് തമിഴ്. ഇതൊരു തമിഴിൽ ഒരു 1000 കോടി കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന 1000 കോടിക്കുള്ള തയ്യാറെടുപ്പിലാണെന്ന് കൂലി വഴി 1000 കോടി ഒപ്പിക്കുക. അപ്പോൾ അമീർ ഖാനെയൊക്കെ പടത്തിലേക്ക് കൊണ്ടുവരണമെന്ന് കേട്ടോ. അപ്പോൾ ഏകദേശം അത് തന്നെയാണ് ഒരു പ്ലാനിങ് എന്ന് തോന്നുന്നു. 1000 കോടി ഫസ്റ്റ് 1000 കോടി എത്തിക്കാനുള്ള. LCU കൂടി ആണെങ്കിൽ പിന്നെ പറയണ്ട, എന്തായാലും 1000 കോടി മസ്റ്റ്. ആ ഒരു ഹൈപ്പ്. ഇപ്പോൾ ലിയോ LCUവിൻ്റെ എന്നുള്ളൊരു ഇതും പിന്നെ വിജയും എന്നുള്ള ഫാക്ടറും പിന്നെ ലോകേഷിൻ്റെ എല്ലാം കൂടി ആയതുകൊണ്ടാണ് അത്രയും കളക്ട് ചെയ്തത്. 600 ഒരു മിക്സ്ഡ് റിവ്യൂ വന്നല്ലോ പടത്തിന്, എന്നിട്ട് 600 വേണ്ടിയത്. അപ്പോൾ എന്തായാലും കൂലി 1000 ആക്കാനുള്ള ശ്രമമായിരിക്കും. LCU കൂടി ആണെങ്കിൽ രസം ഉണ്ടാവില്ലേ അല്ലേ? ആ യൂണിവേഴ്സിലേക്ക് വന്ന് നല്ല രസമാവും അത്. എന്തായാലും ഇനിയിപ്പോൾ എന്നെന്ന് അറിയാനിപ്പോൾ. പക്ഷെ പാട്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബ് പാട്ട്. അനിരുദ്ധ മ്യൂസിക് ഒന്ന് കൊറിയോഗ്രാഫി നല്ല രസമുണ്ട്. പിന്നെ ഇതിനകത്ത് സ്റ്റൈലും കുറച്ച് ലുക്ക് വ്യത്യാസമുണ്ട്. നരയൊക്കെ ഒരു വേറെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണാത്ത ലുക്കൊന്നുമല്ല, മുമ്പ് കണ്ട ലുക്കൊക്കെ തന്നെ. പക്ഷെ നരയൊക്കെ കുറച്ചും കൂടി വ്യത്യാസം പെടുത്തിയിട്ടുണ്ട്. ഇടയിലൊക്കെ ഇങ്ങനെ ഒരു വര പോലെ കൊടുത്തിട്ട് നല്ല രസമുണ്ട്. അത് റിലീസൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലേ? ഇപ്പം എന്തായാലും അടുത്ത വർഷം ഉണ്ടാവുള്ളൂ മിക്കവാറും. എന്നാലും നല്ലൊരു കളക്ഷൻ. ഒരിടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ് ഇൻഡസ്ട്രി ഒക്കെ ഒരു നല്ലൊരു ഫെയിമുള്ള ഇൻഡസ്ട്രി ആയിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ടോപ്പ് ഇൻഡസ്ട്രി അനുസരിക്കുമ്പോൾ തമിഴായിരുന്നു ആദ്യം. അതിൻ്റെ താഴെ ആയിരുന്നു തമിഴ്, തെലുങ്കും കന്നഡയൊക്കെ. പക്ഷെ തെലുങ്ക് പെട്ടെന്നൊരു കേരളം കയറി. പിന്നെ കന്നഡ ഇപ്പോൾ 1000 അടിച്ചോളൂ, അതും ഇതിലേക്ക് പോയി, ലെവലിലേക്ക് വന്നു. പിന്നെ മലയാളം ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം കയറി വന്നുണ്ട്. തമിഴ് ഈ കൊല്ലം ഭയങ്കര ഡൗൺ ആയിരുന്നല്ലോ. എല്ലാ പടവും പടങ്ങളെല്ലാം ഈ വർഷം മൊത്തത്തിൽ പോക്കായിരുന്നു. രജനീകാന്തിന്റെ വേട്ടയ്യൻ, കങ്കുവ പോയി, ഗോട്ട്, പിന്നെ ഏതാ അജിത്തിന്റെ ഒരു പടം ഇറങ്ങിയില്ലേ? അജിത്തിന്റെ ഒന്നും ഇല്ലല്ലോ. അതിന്റെ ഈ വർഷമാണ് കഴിഞ്ഞ വർഷം പറഞ്ഞു. അത് കഴിഞ്ഞ വർഷം അത് പറഞ്ഞു, ഈ വർഷം തോന്നുന്നു. പിന്നെ ആകെ ശിവകാർത്തികന്റെ ക്ലിക്കായി. വിക്രമിന്റെ ആണ്, രജിത്തല്ല, വിക്രമിന്റെ തങ്കള. പടം നല്ലായിരുന്നു, പക്ഷെ അത് തിയേറ്റർ സ്റ്റഫ് അല്ലാന്ന് തോന്നുന്നു. അല്ല, തിയേറ്റർ സ്റ്റഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഡിയൻസിന് പറ്റിയതല്ലാന്ന് തോന്നുന്നു. ക്ലാസ് കൂടെ ഇതുണ്ടായിരിക്കും. പണ്ട് വിചാരിച്ചത്ര കളക്ഷൻ അങ്ങനെ പോയില്ല.
പിന്നെ മെയ്യഴകനും തിയേറ്ററിൽ ആ അത് നല്ല പടമായിരുന്നു, പക്ഷേ തിയേറ്ററിൽ വലിയ ഇതായില്ല. പക്ഷെ അടുത്ത വർഷം നല്ല നല്ല ഹൈപ്പ് സാധനങ്ങൾ വരാൻ കിടക്കണുള്ളൂ. വിജയുടെ പടം വരാനില്ലേ? അതുണ്ട്. പിന്നെ രജനീകാന്തിൻ്റെ, പിന്നെ സൂര്യയുടെ, കാർത്തിക് സുബ്രായൻ്റെ പടം, പിന്നെ പിന്നെ അജിത്തിൻ്റെ 2 പടം വരാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം 2025 തമിഴ് പിടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതൊക്കെ കണ്ടറിയാം. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.